വഖഫ് അധിനിവേശത്തിൽ നിന്ന് മുനമ്പം ജനതയെ സംരക്ഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ട് 3 നാൾ പിന്നിടുകയാണ്. എന്നിട്ടും ടേംസ് ഓഫ് റെഫറൻസ് ഒന്നും സംസ്ഥാന സർക്കാർ ഇതുവരെ ഇറക്കിയിട്ടില്ല എന്നാണ് ശ്രദ്ധേയം. 3 മാസത്തിനുള്ളിൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശാശ്വത പരിഹാരം എന്നതാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. ഇതേ സർക്കാർ തന്നെയാണ് ഈ നടപടികൾ വൈകിപ്പിക്കുന്നതും. സുധീഷ് ഗോപാൽ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. സുധീഷ്, മുനമ്പം ജനതയ്ക്ക് നൽകുന്ന വാഗ്ദാനമായിട്ടാണ് മുഖ്യമന്ത്രി അന്ന് യോഗത്തിന് ശേഷം ഇത് അറിയിച്ചത്, അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികൾ അറിയിച്ചത്. ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ തീരുമാനമായിട്ടും ടേംസ് ഓഫ് റെഫറൻസ് എന്തുകൊണ്ടാണ് വൈകുന്നത്? മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഏതുവരെയായി? ഇതിൽ ടേംസ് ഓഫ് റെഫറൻസ് ഇറക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ 22-ാം തീയതി എടുത്ത തീരുമാനം പ്രകാരം അതിൻ്റെ നടപടിയിലേക്ക് കടക്കുന്നില്ല എന്നതാണ് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്നത്. ഇത് സർക്കാരിൻ്റെ വലിയ അനാസ്ഥയായ ഒരു മെല്ലെപ്പോക്കായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. നമുക്കറിയാം, സമരം തുടങ്ങി 41 ദിവസം പിന്നിട്ടിട്ട് മാത്രമാണ് ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു ഉന്നതതല യോഗം സംഘടിപ്പിച്ച് അവിടെ വെച്ചാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനായി തീരുമാനമെടുക്കുന്നത്. എന്നാൽ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു നിരവധി ചുമതലകളുണ്ടെങ്കിലും ആ പ്രവർത്തനങ്ങൾ കൃത്യമായി എത്രയും വേഗം നടപ്പാക്കുന്നതിന് സന്നദ്ധത പ്രകടിപ്പിക്കുകയായിരുന്നു ഈ കമ്മീഷൻ്റെ ചെയർമാനായിട്ടുള്ള ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ. എന്നാൽ അത്തരം ഒരു കാത്തിരിപ്പിൽ നിൽക്കുമ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല. ഇത് പൊതുഭരണ വകുപ്പാണ് ഈ ടേംസ് ഓഫ് റെഫറൻസ് ഇറക്കേണ്ടത്. അതിൻ്റെ നടപടി വൈകുന്നു എന്നത് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്നു. ഇത് ബോധപൂർവം ആണോ എന്ന സംശയം അടക്കം നമുക്ക് തോന്നുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സമീപനം. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, 1 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. കമ്മീഷൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മുനമ്പം ജനതയുടെ ആശങ്ക ഒഴിവാക്കണം എന്ന ആവശ്യമാണ് സമരസമിതിയും മറ്റും മുന്നോട്ട് വെച്ചത്. എന്നാൽ 3 മാസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി വാഗ്ദാനം നൽകുന്നു. എന്നാൽ അതിനുശേഷം 3 ദിവസം കൂടെ പിന്നിടുമ്പോഴും ഇന്ന് 4-ാമത്തെ ദിവസമാവുമ്പോഴും അതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇതിന് ഈ കമ്മീഷൻ പ്രവർത്തിക്കുന്നതിന് വേണ്ട ഓഫീസ് കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടതുണ്ട്. ഇതിനെല്ലാം ടേംസ് ഓഫ് റെഫറൻസ് ഇറങ്ങേണ്ടതുണ്ട്. അത് വെച്ച് താമസിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന ഒരു ആശങ്കയില്ലെങ്കിൽ അതിലെ എന്തെങ്കിലും മറ്റ് ദുരൂഹതകളുണ്ടോ, മറ്റേതെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങൾ സർക്കാരിൻ്റെ മേലുണ്ടോ എന്നതടക്കമുള്ള സംശയമാണ് ഉയരുന്നത്. എന്തു തന്നെയായാലും ഇന്ന് 4-ാം നാളാവുമ്പോഴും അതിനുള്ള നടപടികളായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന കാര്യവും. അനു.